പ്രിയമുള്ളവരെ, വർക്കലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ആളുകൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ പരിശ്രമം നടത്തുകയാണ്. അവർക്ക് 9 കൊല്ലം മുമ്പുള്ള വർക്കലയെ മാറ്റണം. 9 കൊല്ലം മുമ്പുള്ള വർക്കലയെ സംബന്ധിച്ച് വർക്കലയിലെ സാധാരണ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. വൈകുന്നേരമായാൽ മൈതാനത്ത് ആർക്കും നിൽക്കാൻ പറ്റില്ല. കടകൾ തുറന്നാൽ ഗുണ്ടാ ഫീസ് കൊടുക്കണം. ഒരു വല്ലാത്ത സാഹചര്യമായിരുന്നു 9 കൊല്ലം മുമ്പ് വർക്കലയിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. നീതി നടപ്പാകാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ MLA ആയതിനു ശേഷം ആളുകൾക്ക് മനസ്സമാധാനത്തോടുകൂടി വരാനും അവിടെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തിപ്പോകാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് വർക്കലയിലുള്ളത്. അപ്പോൾ അതിനെ തകർക്കണം. വീണ്ടും ഗുണ്ടാ മാഫിയ പ്രവർത്തനം നടത്തി അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തി ആ നാട്ടിലെ ക്രമസമാധാന പ്രശ്നം വല്ലാതെ രൂക്ഷമാക്കി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം വെട്ടൂരിലെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കന്മാർ നടത്തുകയാണ്. വെട്ടൂരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അവിടെ നടക്കുന്ന ഈ ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി, ഷാജഹാൻ എന്ന പേരുള്ള ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ കൊലപ്പെടുത്തുന്നത്. നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ പലപ്പോഴായിട്ട് വെട്ടൂരിൻ്റെ തീരദേശ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ ഉപദ്രവിക്കുക, വാഹനങ്ങളിൽ വരുമ്പോൾ തടഞ്ഞു നിർത്തുക, അവരെ ഉപദ്രവിക്കുക, അങ്ങനെ രൂക്ഷമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇവിടുള്ള ഈ ഗുണ്ടാ മാഫിയ ആളുകൾ നിരവധി പ്രദേശങ്ങളിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പാലച്ചിറയിൽ പോയി ഓട്ടോറിക്ഷ തൊഴിലാളികളെ വെട്ടുക, മൈതാനത്ത് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ വെട്ടൂരിലെ ചില എന്ന് തന്നെ ഞാൻ പറയുകയാണ്, ചില കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ മാഫിയ സംഘങ്ങളെ സഹായിക്കുന്ന ഒരു ഏർപ്പാട് നടത്തുകയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഈ വെട്ടൂര് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ മാഫിയ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ആളുകൾ ഇടപെടുന്നതിനെ കോൺഗ്രസിൻ്റെ ഉയർന്ന നേതൃത്വം തടയണം. കാരണം ഇവർ വാഹനങ്ങൾ വാങ്ങുക, അതിന് ഒരു നിശ്ചിത തുകയ്ക്ക് അവർക്ക് കൊടുക്കുക, അതിൻ്റെ പലിശ വാങ്ങുക, ഈ വാഹനങ്ങൾ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുക, ഇത്തരം ചില സംവിധാനങ്ങൾ ആ വെട്ടൂരിൻ്റെ ഭാഗത്ത് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഏതവസരത്തിലും വാഹനം ലഭ്യമാകുന്നൊരു കേന്ദ്രമായിട്ട് ചില കോൺഗ്രസ് നേതാക്കന്മാർ മാറുകയാണ്. അപ്പോൾ ഇതെല്ലാം നാട്ടിലെ സ്വൈര ജീവിതം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം വെട്ടൂർ കേന്ദ്രീകരിച്ച് ചില കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുകയാണ്. അതിൽ ചില ജനപ്രതിനിധികളടക്കമുള്ള ആളുകളും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് CPMൻ്റെയും DYFIയുടെയും ഒരു പ്രവർത്തകനെ മൈതാനത്തിട്ട് ഇടിച്ച് വാരിയല് പൊട്ടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. സ്വാഭാവികമായി പോലീസ് മൊഴി അനുസരിച്ച് കേസെടുക്കാൻ ബാധ്യസ്ഥരാണ് പോലീസ്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ പോലീസിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ വർക്കലയിലെ DYSP ആണെങ്കിലും അവിടുത്തെ SHO ആണെങ്കിലും ശക്തമായ നിലപാട് അക്രമികൾക്കെതിരെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാം മോശം, MLAയും മോശം എന്ന് പറഞ്ഞിട്ട് ജാഥ നടത്തുക, മാർച്ച് നടത്തുക, എന്തെങ്കിലും വിളിച്ചു പറയുക, ഇതെല്ലാമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. എനിക്ക് പൊതുവായിട്ട് ജനങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ നാടെന്ന് പറയുന്നത് ഒരു ടൂറിസം മേഖലയാണ്. ആ ടൂറിസം മേഖലയിലെ ശാന്തത തകർക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ രൂപത്തിൽ ചില കോൺഗ്രസിൻ്റെ ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ ഇവരെ തടസ്സപ്പെടുത്തണം.
എന്തായിരുന്നാലും നിയമത്തിൻ്റെ മുമ്പിൽ വന്നാൽ കർക്കശമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പോലീസും അക്കാര്യത്തിൽ ഗുണ്ടകളോടും മാഫിയകളോടും അക്രമം നടത്തുന്നവരോടും ഒരു സമരസപ്പെട്ടു പോകാനും പോലീസിന് സാധിക്കില്ല. പോലീസ് ആ നിലപാട് തന്നെയാണ് ഇന്നലെ വരെ സ്വീകരിച്ചത്, ഇനിയും സ്വീകരിക്കുന്നത് അത് തന്നെയായിരിക്കും, അതിനൊരു തർക്കവുമില്ല. അതുകൊണ്ട് എൻ്റെ വിനയപുരസ്സരമായ അഭ്യർത്ഥന കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാക്കന്മാരോടാണ്. അവിടെ ഇത്തരം ഗുണ്ട മാഫിയ സംഘങ്ങൾ പെരുകുകയാണ്. അവരെ സഹായിക്കുന്ന സമീപനമാണ് ചില കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സ്വീകരിക്കുന്നത്. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ MLA എന്നുള്ള നിലയിൽ ജനങ്ങളുടെ സ്വൈരത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുമെന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.